നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോതമംഗലം രൂപതയുടെ മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി രൂപത കുടുംബം അദ്ദേഹത്തിന് മുരിക്കാശ്ശേരിയിൽ സ്നേഹാദരം അർപ്പിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദേശ ഇന്റേൺഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിസ വിതരണം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ബൈ ഫോർ വെൽനസ് ആരോഗ്യ മാനദം എന്ന പരിപാടിയുടെ ഭാഗമായി എത്തിയ വെൽനസ് വണ്ടിക്ക് പുറപ്പുഴയിൽ സ്വീകരണം നൽകി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവും സംഘടിപ്പിക്കുന്ന ചായ് കാർണിവൽ ആരംഭിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85 അടിമാലി ലക്ഷമീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുൻപിൽ ഉപരോധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. കോതമംഗലം രൂപതയുടെ മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി രൂപത കുടുംബം അദ്ദേഹത്തിന് മുരിക്കാശ്ശേരിയിൽ സ്നേഹാദരവുകൾ അർപ്പിച്ചു. ഹൈറേഞ്ചിനെ എല്ലാ മേഖലയിലും വളർത്തുവാൻ പരിശ്രമിച്ച വ്യക്തിത്വമാണ് മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. കുടിയേറ്റ കാലത്തിന് ശേഷമുള്ള നവീന ഇടുക്കിയുടെ ശില്പിയെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും റോഡുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടാകാൻ ധീരമായ നേതൃത്വമാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. അവിഭക്ത കോതമംഗലം രൂപതയുടെ മെത്രാനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ശ്രദ്ധയും കരുതലും ഹൈറേഞ്ച് മേഖലയോടായിരുന്നു. 1977 മുതൽ 2003 വരെ അവിഭക്ത കോതമംഗലം രൂപതയുടെ മെത്രാനായിരുന്നുകൊണ്ട് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾക്ക് പൊതുസമൂഹം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഇടുക്കിയിലെ ജനം ആഴമേറിയ വിശ്വാസവും നിശ്ചയദാർഢ്യവും സേവന സന്നദ്ധതയും ഉള്ളവരാണെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. 10-20 കിലോമീറ്റർ നടന്ന് പള്ളിയിലേക്ക് പോയിരുന്നത് ഇന്ന് വഴികളുണ്ട്, നാദന വഴികൾ. നമ്മുടെ മധുരൈ എമ്മണി അവർ സഹായിച്ചായിരിക്കാം, ചെയ്യാൻ പാടില്ല. നാട്ടിലേക്കാൾ നല്ല വഴികൾ ഇടുക്കിയിൽ, മാന്തരം വഴികൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടുക്കി വലിയ പുരോഗതി ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ കട്ടപ്പാടാണ്. ഈ പുരോഗതിക്ക് പിന്നിൽ ഞാൻ ഒന്നും ചെയ്തതല്ല, ഇവിടെ ചില ആളുകളൊക്കെ ഈ മുമ്പിലൊക്കെ ഇരിക്കുന്ന അച്ഛന്മാരും പുറകിൽ സന്യാസി അച്ഛൻ സിസ്റ്റേഴ്സും തുടങ്ങിയ ആൾക്കാരും അവരൊക്കെ അധ്വാനിച്ചതെല്ലാം നന്നായി വളർന്നത്. ഞാൻ ഇടുക്കിയിലായിട്ട് ഞാൻ ബിഷപ്പായ ശേഷം അച്ഛന്മാരെ ചെന്ന് പട്ടം കെട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 25 വർഷം ഇടുക്കിയാണ്. ആദ്യത്തെ 20 വർഷം ഇടുക്കിയിൽ ജോലി ചെയ്തോളണം. അതിനുശേഷമേ നാട്ടിലോട് കൊണ്ടുവരികയുള്ളൂ. അവരുടെ ആരോഗ്യം ക്ഷേമുഷിയതുപോലെ ആരോഗ്യമുള്ള കാലം കൂടി ഇടുക്കിയിൽ ജോലി ചെയ്യട്ടെ മരിച്ചത്. എന്നാൽ നാട് നാളുകളും ക്രിസ്ത്യൻസാണെങ്കിലും ചെറുപ്പക്കാരെ ശേഷം മുഴുവനും മുന്നോട്ട് പോന്നിരുന്നു. ഇതിനാണ് ആളുകളുടെ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നാട് വളർത്താനായിട്ട് വസ്ത്രത്തിലെ സഭ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനല്ല ചെയ്തത്, പോതനാട് ചെയ്തത് അച്ഛന്മാരൊക്കെയാണ്. അപ്പോൾ അച്ഛനെപ്പോഴും പറയും, മര്യാദത്തൊന്നും പാടിപ്പാറ് കൂടി തങ്കമണി കൂടി 4 മിനിറ്റുള്ള വഴി ഞാനാണ് വെട്ടിയത്, അച്ഛനാണ് വെട്ടിയത്, ഞാൻ എവിടെ അച്ഛൻ പറയും. ഇന്ന് അദ്ദേഹം പറയും. ഇപ്പോൾ വേറെ ഇവിടെ കുഞ്ഞാരിസില്ല ഈ ഏരിയസിൻ്റെ വീട്ടിൽ ഇരുന്ന സ്ഥലത്ത് പാലം വെള്ളത്തിൽ ഒലിച്ചു പോയി. കനക്കുട്ടിയിലെ പാലം കനക്കുട്ടിയിലെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന 1974 പാലം ഒഴുകിപ്പോയി. ശരിയാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ആ പാലം ഒഴുകിപ്പോയി, കടന്നു കൊണ്ട് മാർഗമില്ല. പിന്നെ അവിടെ പള്ളി പണിയാനായിട്ട് തടി വെട്ടിയിട്ട് ഫോറസ്റ്റ്മാരിൽ പിടികൂടിയപ്പോൾ നാട്ടുകാരെ ഓർഗനൈസ് ചെയ്താൽ
തൊഴിൽപ്ലാക്കൻസിലാണ് അല്ലേ? നിങ്ങൾക്കറിയപ്പെട്ട തൊഴിൽപ്ലാക്കൻസിൽ നാട്ടുകാരെ കൊണ്ട് അടി വെട്ടിച്ചു. അയ്യോ, അത് പുറത്ത് പറയാൻ പാടില്ല. അറിയാതെ വയന്ന് വന്നുപോയില്ല. അങ്ങനെയുള്ള പല ധീര സാഹസ്യ കഥകളും ഈ തീയിലുണ്ടായിട്ടുണ്ട്. മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ സമൂഹ ബലിയിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരായി. തുടർന്ന് പാരിഷ് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രൂപതയുടെ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചു. രൂപതയിലെ വികാരി ജനറൽമാനായ മോൺസിഞ്ഞർ ജോസ് കർവേലിക്കൽ, മോൺസിഞ്ഞർ എബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞർ ജോസ് നരിതൂക്കിൽ, രൂപതയിലെ സമർപ്പിത സമൂഹത്തിന്റെ പ്രതിനിധിയായി തിരുഹൃദയ സന്യാസിനി സമൂഹം ഇടുക്കി നവജ്യോതി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറന്റ് സിസ്റ്റർ ഡോക്ടർ ടെസ്ലിൻ SH, രൂപതയിലെ അൽമായ പ്രതിനിധി രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് കോയിക്കൽ എന്നിവർ സംസാരിച്ചു. രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ, ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ സെബാസ്റ്റ്യൻ വടക്കൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, സാം, ഷേർലി ജൂഡി എന്നിവർ നേതൃത്വം നൽകി. ബ്യൂറോ ഇടുക്കി. വാഴക്കുളം വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ ഇന്റേൺഷിപ്പ് ലഭിച്ചു. വിദേശ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിനുള്ള വിസ വിതരണം വാഴക്കുളം വിശ്വജ്യോതിയിൽ വെച്ച് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിദേശത്ത് 5 മാസത്തെ പഠനത്തിനും പരിശീലനത്തിനുമായി പോകുന്നത്. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിനുള്ള വിസ വിതരണം വാഴക്കുളം വിശ്വജ്യോതിയിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഒന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഉണ്ടാവും. നിങ്ങൾ ഈ കിട്ടുന്ന സാഹചര്യങ്ങൾ ശരിയായി വിനിയോഗിച്ച് ഉയർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ജോലിയും വഴിയായിട്ട് ഒത്തിരിയേറെ നന്മ നാടിന് ലോകത്തിന് ലഭിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല, ഗ്ലോബലായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്ലോബലായിട്ടുള്ള ഒരു ഇഫക്റ്റ് നിങ്ങളുടെ പഠനത്തിനുണ്ടാവും, നിങ്ങളുടെ ജോലിയിലും ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഡിപ്പാർട്ട്മെന്റിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് കോഴ്സിന്റെ ഭാഗമായി വിദേശത്ത് 5 മാസത്തെ പഠനത്തിനും പരിശീലനത്തിനുമായി പോകുന്നത്. വിസ വിതരണ ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, സെക്രട്ടറി കെ ഫ്രാൻസിസ് ജോർജ് MP, ഡയറക്ടർ റവറന്റ് ഡോക്ടർ പോൾ പാറത്താഴം, പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ, പാലക്കാട് യുവക്ഷേത്ര കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ആന്റണി, ഡിപ്പാർട്ട്മെന്റ് മേധാവി KS സുജിത്ത് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KT മാത്യു കൊച്ചുമുട്ടം, വൈസ് പ്രിൻസിപ്പൽ സോമി P മാത്യു, ട്രഷറർ KV തോമസ്, VV കുര്യൻ വളമറ്റം എന്നിവർ സംബന്ധിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ വാഴക്കുളം. വൈഫ് ഫോർ വെൽനസ് ആരോഗ്യ മാനദം എന്ന പരിപാടിയുടെ ഭാഗമായി എത്തിയ വെൽനസ് വണ്ടിക്ക് പുറപ്പുഴയിൽ സ്വീകരണം നൽകി. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യമന്ത്രി വഴുത്തല എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യമന്ത്രി വഴുത്തല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വൈഫ് ഫോർ വെൽനസ് ആരോഗ്യ മാനദം എന്ന പരിപാടിയുടെ ഭാഗമായി എത്തിയ വെൽനസ് വണ്ടിക്ക് സ്വീകരണം നൽകി. ഇതോടൊപ്പം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകളായ വയോനിധിയുടെയും മാതൃവന്ദനത്തിന്റെയും പഞ്ചായത്ത് തല ഉദ്ഘാടനവും നടത്തി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് ആരോഗ്യ പ്രതിജ്ഞ വായിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഡോക്ടർ ശ്രീകുമാർ MS വിഷയാവതരണം നടത്തി. യോഗ ഇൻസ്ട്രക്ടർമാരായ ഡോക്ടർ അബീസ് അലി ഹാരിസ്, ഡോക്ടർ അനീസ A എന്നിവർ യോഗ പരിശീലനം നടത്തി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മിനി P യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ആശംസ നേർന്നു. വഴുത്തല GAD ഫാർമസിസ്റ്റ് ഫാത്തിമ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളും യോഗ ക്ലബ് അംഗങ്ങളും ഉൾപ്പെടെ 60ഓളം പേർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് മാതൃവന്ദന പദ്ധതിയുടെ മരുന്ന് ആശാ വർക്കറായ ടെസി പോലോസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. വയോനിധി പദ്ധതിയുടെ മരുന്നുകൾ മെമ്പറായ രാജേശ്രീ ഹരിധരൻ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് മെമ്പറായ ജോസ് കലോലിക്കൽ മോഹനൻ എന്ന വ്യക്തിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചുറ്റുവട്ടത്ത് കാണുന്ന 50ഓളം ഔഷധ പുഷ്പങ്ങളുടെ പ്രദർശനം നടത്തുകയും ഡോക്ടർ മിനി P ചികിത്സയിൽ അവയുടെ ഉപയോഗം എങ്ങനെയെന്ന് വിവരിക്കുകയും ചെയ്തു. തുടർന്ന് പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് നടത്തി. 56 പേര് പങ്കെടുത്തു. കൂടാതെ യോഗ നടത്തി. എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന്
MPHW വിൻസി എബ്രഹാം വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിച്ചു. സൂംബ ഡാൻസ് നടത്തുകയും ആളുകൾ സൂംബ ഡാൻസ് കളിക്കുകയും ചെയ്തു. തുടർന്ന് ക്യാമ്പ് സമാപിച്ചു. നിരവധി വ്യക്തികളാണ് ഇതിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി രൂപീകരിച്ചിരിക്കുന്ന സംഘടനയായ വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവും സംഘടിപ്പിക്കുന്ന ചായ് കാർണിവൽ ആരംഭിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളത്ത് വെച്ച് നടക്കുന്ന കാർണിവൽ 17-ന് സമാപിക്കും. ചായ് കാർണിവലിനോടനുബന്ധിച്ച് ഫുഡ് സ്ട്രീറ്റ്, മ്യൂസിക് ബാൻഡ്, മാജിക് ഷോ, പഞ്ചഗുസ്തി മത്സരം, ഗാനമേള തുടങ്ങിയവയും ഉണ്ടായിരിക്കും. തൊണ്ടിക്കുഴ അമൃത കലശ ശാസ്താ ക്ഷേത്രത്തിൽ നെയ്മുദ്ര അഭിഷേകം നടന്നു. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചാണ് നെയ്മുദ്ര അഭിഷേകം നടന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ത്രാശ്ശേരി ഇല്ലത്ത് കിഷോർ രാമചന്ദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാസ്താ സഹസ്രനാമാർച്ചനയ്ക്ക് ഗുരുസ്വാമി MK ഗോപാലകൃഷ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശബരിമലയിൽ എത്താൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് വ്രതശുദ്ധിയോടെ വീടുകളിൽ നിന്ന് നാളികേരത്തിൽ നെയ്മുദ്ര നിറച്ച് ക്ഷേത്രത്തിലെത്തി നാളികേരം മുറിച്ച് ഭഗവാന് നെയ്യഭിഷേകം ചെയ്യുവാനും ദർശനം നടത്തുവാനുമുള്ള അവസരം ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ ഒരുക്കിയിരുന്നു. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് തൊണ്ടിക്കുഴ അമൃത കലശ ശാസ്താ ക്ഷേത്രത്തിൽ നെയ്മുദ്ര അഭിഷേകവും മകരസംക്രമ പൂജയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ത്രാശ്ശേരി ഇല്ലത്ത് കിഷോർ രാമചന്ദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹോമം, ശാസ്താ സഹസ്രനാമാർച്ചന, ഉഷപൂജ എന്നീ ചടങ്ങുകൾക്ക് പുറമെ അതിവിശിഷ്ടമായ നെയ്മുദ്ര അഭിഷേകവും നടന്നു. തുടർന്ന് മകരസംക്രമ പൂജ, എള്ളുപറ, സമൂഹ നീരാഞ്ജനം, സമൂഹ ആരാധന, ചുറ്റുവിളക്ക്, വിശേഷാൽ ദീപാരാധന, പുഷ്പാഭിഷേകം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളും ഭക്തജന പങ്കാളിത്തത്തോടെ നടത്തി. ശാസ്താ സഹസ്രനാമാർച്ചനയ്ക്ക് ഗുരുസ്വാമി MK ഗോപാലകൃഷ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശബരിമലയിൽ എത്താൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് വ്രതശുദ്ധിയോടെ വീടുകളിൽ നിന്ന് നാളികേരത്തിൽ നെയ്മുദ്ര നിറച്ച് ക്ഷേത്രത്തിലെത്തി നാളികേരം മുടിച്ച് ഭഗവാന് നെയ്യഭിഷേകം ചെയ്യാനും ദർശനം നടത്താനുമുള്ള അവസരം ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊണ്ടിക്കുഴ. ഇടുക്കി ജില്ലയിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി എക്സൈസ് വകുപ്പ്. കഴിഞ്ഞ വർഷം ഇടുക്കി ജില്ലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഒഴുകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലഹരി കേസുകളിലെ വർധന ഗൗരവമായി കാണുന്നുവെന്ന് അധികൃതർ പറയുമ്പോഴും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനയിൽ കാണിക്കുന്ന അലംഭാവം പ്രതിഷേധാർഹമാണ്.
ലഹരിക്കടത്തും വിൽപ്പനയും ഉപയോഗവും വ്യാപകമാകുമ്പോഴും അന്വേഷണങ്ങൾ പലപ്പോഴും പിടിപ്പിക്കപ്പെടുന്നവരിൽ മാത്രം ഒതുങ്ങുകയും ഉറവിട കേന്ദ്രങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്തത് ലഹരി മാഫിയയെ സഹായിക്കുന്നു. എക്സൈസ് വകുപ്പിന് ആവശ്യത്തിന് ജീവനക്കാരെയും ചെക്ക് പോസ്റ്റുകളിൽ വനിതാ ജീവനക്കാരെയും നിയോഗിക്കുകയും വകുപ്പിന് ആവശ്യത്തിന് വാഹനങ്ങൾ നൽകി പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലൂടെ സംസ്ഥാനത്തേക്ക് ലഹരിക്കടത്ത് നിർബാധം തുടരും. ഇടുക്കി ജില്ലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും പ്രവേശിക്കുന്ന 4ഇടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. ഉദുമൽപേട്ട മൂന്നാർ റോഡിലെ ചിന്നാറിലും, ബോഡിനായ്ക്കന്നൂർ മൂന്നാർ റോഡിലെ ബോഡിമെട്ടിലും, കമ്പം കട്ടപ്പന റോഡിലെ കമ്പമെട്ടിലും, കമ്പം കുമളി റോഡിലെ കുമളിയിലും. ഇതിൽ ചിന്നാർ ഒഴികെയുള്ള 3 ചെക്ക് പോസ്റ്റുകൾ വഴിയും രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സമയങ്ങളിൽ വാഹന പരിശോധനകൾ പലപ്പോഴും അസാധ്യവുമാണ്. തൊഴിലാളികളിൽ ഏറിയ പങ്കും സ്ത്രീകളായതിനാൽ അവരെ പരിശോധിക്കണമെങ്കിൽ വനിതാ ജീവനക്കാർ ചെക്ക് പോസ്റ്റുകളിൽ അനിവാര്യമാണ്. എന്നാൽ വേണ്ടത്ര വനിതാ ജീവനക്കാരെ ചെക്ക് പോസ്റ്റുകളിൽ നിയമിച്ചിട്ടില്ല. മറ്റു സമയങ്ങളിലും ചിന്നാർ ഒഴികെ 3 ചെക്ക് പോസ്റ്റുകളിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാര്യമായ പരിശോധനകൾ നടത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം ഇടുക്കി ജില്ലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഒഴുകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജില്ലയ്ക്കുള്ളിൽ നടക്കുന്ന പരിശോധനകളുടെ ഫലമായി കഴിഞ്ഞ വർഷം ജില്ലയിൽ എക്സൈസ് രജിസ്റ്റർ ചെയ്തത് 1250 കഞ്ചാവ്, ലഹരിമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. 1334 അബ്കാരി കേസുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ഉപയോഗം, പൊതുസ്ഥലത്തെ പുകവലി എന്നിവയുമായി ബന്ധപ്പെട്ട് 7046 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. NDPS കേസുകളിൽ 1239 പേരെയും അബ്കാരി കേസുകളിൽ 1289 പേരെയും അറസ്റ്റ് ചെയ്തു. 14,09,400 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. 10,551 റെയ്ഡുകൾ നടത്തി. 1,62,626 വാഹനങ്ങൾ പരിശോധിച്ചു. ഇതാണ് എക്സൈസ് വകുപ്പിന്റെ കണക്ക്. അബ്കാരി കേസുകളിൽ 54 വാഹനങ്ങളും NDPS കേസുകളിൽ 16 വാഹനങ്ങളും ജില്ലയിൽ കഴിഞ്ഞ വർഷം കസ്റ്റഡിയിലെടുത്തിരുന്നു. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ജില്ലയിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് എക്സൈസ് വൃത്തങ്ങൾ പറയുന്നത്. ലഹരി കേസുകളിലെ വർധന ഗൗരവമായി കാണുന്നുവെന്ന് അധികൃതർ പറയുമ്പോഴും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനയിൽ കാണിക്കുന്ന അലംഭാവം പ്രതിഷേധാർഹമാണ്. ലഹരിക്കടത്തും വിൽപ്പനയും ഉപയോഗവും വ്യാപകമാകുമ്പോഴും അന്വേഷണങ്ങൾ പലപ്പോഴും പിടിക്കപ്പെടുന്നവരിൽ മാത്രം ഒതുങ്ങുകയും ഉറവിട കേന്ദ്രങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നത് ലഹരി മാഫിയയെ സഹായിക്കുന്നു. എക്സൈസ് വകുപ്പിന് ആവശ്യത്തിന് ജീവനക്കാരെയും ചെക്ക് പോസ്റ്റുകളിൽ വനിതാ ജീവനക്കാരെയും നിയോഗിക്കുകയും വകുപ്പിന് ആവശ്യത്തിന് വാഹനങ്ങൾ നൽകി പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലൂടെ സംസ്ഥാനത്തേക്ക് ലഹരിക്കടത്ത് നിർബാധം തുടരും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കോതമംഗലം കനിവ ഏരിയ കമ്മിറ്റി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി KK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ CPS ബാലൻ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. ഏരിയ കമ്മിറ്റി അംഗം S ഉദയൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ആദർശ് കുര്യാക്കോസ് ആശംസ നേർന്നു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോതമംഗലം കനിവ ഏരിയ കമ്മിറ്റി കുത്തുകുഴി ബാങ്ക് ഹാളിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം, അത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെന്റോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മാത്രം നേതൃത്വം കൊടുത്താൽ കൂടുതൽ എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അത് അത്രയേറെ ആളുകളാണ് സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഈ സ്വാതന്ത്ര്യ പരിചരണം ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം സംബന്ധിച്ച് എല്ലാവർക്കും പൂർണ്ണമായ സേവനം നൽകണമെങ്കിൽ ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അവിടെയാണ് കനിവിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയുന്നത്. എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ച് വളരെ ഭംഗിയായി ഈ ഒരു പ്രവർത്തനം ജില്ലയിലെ എല്ലാ മേഖലയിലും നടക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ് കോതമംഗലം. അപ്പോൾ നല്ല നിലയിൽ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം, പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ച് അവർ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന അത്തരം ആളുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു വാക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുഞ്ചിരിയോ കൊണ്ട് അവർക്ക് അല്പനേരമെങ്കിലും അവരുടെ മനസ്സിലൊരു സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഏരിയ സെക്രട്ടറി KK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ CPS ബാലൻ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. ഏരിയ കമ്മിറ്റി അംഗം S ഉദയൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ആദർശ് കുര്യാക്കോസ് ആശംസകൾ നേർന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് ആൻസി എബിയും പാലിയേറ്റീവ് അംഗങ്ങളും പരിചാരകരും പാലിയേറ്റീവ് പ്രവർത്തകരും പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ CK വിദ്യാസാഗർ സ്വാഗതവും സാബു തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദേശീയപാത 85-ൽ അടിമാലി ലക്ഷംവീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നു അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്.
പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. 2025 ഒക്ടോബർ മാസത്തിലായിരുന്നു ദേശീയപാത 85 നിർമ്മാണ ജോലികളിൽ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന് താഴ്ഭാഗത്ത് ലക്ഷംവീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടമില്ലാതായി ഒരാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ സംഭവം നടന്ന 3 മാസത്തോടടുക്കുമ്പോഴും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാതെയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. NH അധികാരികൾ നീതി പാലിക്കുക, കരാർ കമ്പനിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ജില്ലാ കളക്ടറുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുൻപിൽ ഉപരോധ സമരം നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ തീരുമാനങ്ങളിൽ പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ 15,000 രൂപ വെച്ച് മുഴുവൻ കുടുംബങ്ങൾക്ക് കൈമാറാനും വാടകയ്ക്ക് മാറുന്ന 30 വീട്ടുകാർക്ക് വാടക നൽകണമെന്നുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനങ്ങളൊന്നും ഈ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റിയും അതുപോലെ തന്നെ EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അംഗീകരിക്കാത്തതിൻ്റെയും നടപ്പിലാക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമരവുമായിട്ട് പോയിട്ടുള്ളത്. ഈ സമരം സൂചനാ സമരം എന്നുള്ള നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരവും സൂചന കൊണ്ട് കണ്ടുപഠിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ലക്ഷംവീട് ഭാഗത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ലത സലീം സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യക്കോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം TK ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങൾക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരപ്പന്തലിൽ എത്തിച്ചേർന്നു. സൂചനാ സമരമെന്ന നിലയിലാണ് യാർഡിന് മുമ്പിലെ റോഡിൽ സമരപ്പന്തൽ കെട്ടി കുടുംബങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രശ്നത്തിന്റെ പരിഹാരമാകുന്നില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് പോകാനാണ് ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ ആനക്കയം റോഡിൽ ഇഞ്ചിയാനി പാലപ്പള്ളി ഭാഗത്ത് അമിത ലോഡുമായി എത്തിയ ടോറസുകൾ കയറി കുടിവെള്ള പൈപ്പ് പൊട്ടിയ നിലയിൽ. ഇത് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നതിനാൽ 5 പഞ്ചായത്തിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ബസ്സുകൾ വഴിതിരിച്ചു വിട്ടതിനാൽ യാത്രാക്ലേശവുമുണ്ട്. 10 ടണ്ണിൽ കൂടിയ ഭാരവാഹനങ്ങൾ ഓടാൻ പറ്റാത്ത റോഡിൽ കൂടി 80 ടണ്ണുള്ള ഭാരവാഹനങ്ങൾ ഓടുന്നത് മൂലമാണ് റോഡ് താഴ്ന്ന് പൈപ്പുകൾ പൊട്ടുവാൻ കാരണമാവുന്നതെന്ന് ആരോപണമുയരുന്നു. അഞ്ചിരി, ഇഞ്ചിയാനി, പാലപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലെ പാറമടകളിൽ നിന്നും അമിത ലോഡുമായി എത്തുന്ന ടോറസുകൾ കയറി പൈപ്പ് പൊട്ടിയ നിലയിൽ. തൊടുപുഴ ആനക്കയം റോഡിൽ ഇഞ്ചിയാനി പാലപ്പള്ളി ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. തുടർന്ന് ഇത് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ. 5 പഞ്ചായത്തിലേക്ക് ഇതുമൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഇതിനു പുറമെ ബസ്സുകൾ നിയന്ത്രിച്ചതിനാൽ യാത്രാക്ലേശവും ഉണ്ടായി. 10 ടണ്ണിൽ കൂടിയ ഭാരവാഹനങ്ങൾ ഓടാൻ പറ്റാത്ത റോഡിൽ കൂടി 70-80 ടണ്ണുള്ള വാഹനങ്ങൾ ഓടുന്നത് മൂലമാണ് റോഡ് താഴ്ന്ന് പൈപ്പുകൾ പൊട്ടുവാൻ കാരണമാവുന്നതെന്ന് ആരോപണമുയരുന്നു. ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുകയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഭാരവാഹനങ്ങൾ ഓടാൻ പറ്റുന്ന റോഡുകൾ നിർമ്മിക്കുകയോ ചെയ്തിട്ട് വേണം ഇതിലെ ടോറസ് ലോറികൾ കടത്തിവിടാവൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണക്കാട് NSS HS സ്കൂളിന് സമീപം കോലാനി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 2 ആഴ്ചയോളമായി ഇതാണ് അവസ്ഥയെന്നും വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് ശരിയാക്കി വെള്ളം പാഴാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പാലിയേറ്റീവ് ദിനത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പാലിയേറ്റീവ് ചലഞ്ചുമായി കട്ടപ്പന മർച്ചന്റ്സ് യൂത്ത് വിംഗ് അസീസി സ്നേഹാശ്രമത്തിൽ 30,000 രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു. മോഡേൺ മെഡിക്കൽസ് ഉടമ അനിൽ ജോസ് നൽകിയ മരുന്നുകൾ സ്നേഹാശ്രമം മദർ സുപ്പീരിയർ സിസ്റ്റർ വിനീതയ്ക്ക് കൈമാറി.
പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്ന ജനുവരി 15 മുതൽ 2027 ജനുവരി 15 വരെ നീണ്ടുനിൽക്കുന്ന പാലിയേറ്റീവ് ചലഞ്ചിനാണ് കട്ടപ്പന മർച്ചന്റ്സ് യൂത്ത് വിംഗ് നേതൃത്വം നൽകുന്നത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ചലഞ്ചിൽ കട്ടപ്പനയിലെ വിവിധ സംഘടനകൾ ഓരോ മാസവും വിവിധ സ്നേഹാശ്രമങ്ങളിൽ മരുന്ന് നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കേരളം മുഴുവൻ ഇത് പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് ആദ്യമേ ഇത് കാണേണ്ട ഒരു മേഖല എന്നാന്ന് വെച്ചാൽ ഈ സിസ്റ്റർമാർ നടത്തുന്ന സേവനം എത്ര വലുതാണ്. ഇത്രയും ആൾക്കാരെ ഞാനിതൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തോടെ പോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പക്ഷേ ഇത് വലിയ ഒരു സംരംഭവും വലിയൊരു ടാസ്കുമാണ്. അജിത്ത് പറഞ്ഞ പോലെ 365 ദിവസവും ഇവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവരാണ് ശരിക്കും മാറാണ്. ഞാനിതിൻ്റെ ഭാഗമാക്കാവാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ സഹകരിക്കും. ഇതിന് മുൻകൈ എടുത്ത അജിത് കുമാരനും ടീമിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത് സ്പോൺസർ ചെയ്യാൻ മനസ്സ് കാണിച്ച അനിലിനെ പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു. ഇത് ഹാൻഡ് ഓവർ ആയി ചലഞ്ച് ഏറ്റെടുത്ത ജെയ്ബിയുടെ സംഘടനയായ ഗീസ്മൈലിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് മുന്നോട്ട് പോകുവാൻ എല്ലാവിധ ആശംസകളും ദൈവകൃപയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മോഡേൺ മെഡിക്കൽസ് ഉടമ അനിൽ ജോസ് നൽകിയ 30,000 രൂപയുടെ മരുന്നുകൾ സ്നേഹാശ്രമം മദർ സുപ്പീരിയർ സിസ്റ്റർ വിനീതയ്ക്ക് കൈമാറി. യൂത്ത് വിംഗ് പ്രസിഡന്റ് അജിത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞ ഒരു പാലിയേറ്റീവ് ദിനത്തിൽ നമ്മളൊരു പാലിയേറ്റീവ് ചലഞ്ച്, അതായത് ഈ ഒരു മാസം കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗ് ഈ കട്ടപ്പനയുള്ള ഇവിടെ ഈ ACC സ്നേഹാശ്രമത്തിൽ ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ വാങ്ങി നൽകുന്നു. അപ്പം നമ്മൾ ആ വാങ്ങി നൽകുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് കട്ടപ്പനയുള്ള സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയെ നമ്മൾ അതുപോലൊരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും ഒരു കട്ടപ്പനയിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ട ഒരു മാസത്തെ മരുന്ന് വാങ്ങി അടുത്ത മാസം ഫെബ്രുവരിയിൽ വാങ്ങി വരാൻ വേണ്ടി നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസം നമ്മളത് ചെയ്യുന്നത് ഗീസ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഫെബ്രുവരി മാസത്തിലേക്ക് ആ പരിപാടി ചെയ്യാൻ വേണ്ടി നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ജെയ്ബിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം അവരത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ മാർച്ച് മാസം വരുമ്പോഴത്തേക്കും വനിതാ ദിനം വരുന്നുണ്ട്. അപ്പോൾ കട്ടപ്പനയുള്ള ഏതെങ്കിലും ഒരു വനിതാ സംഘടനയെ കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഒരു പ്രവർത്തനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിജോമോൻ ജോസ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, യൂത്ത് വിംഗ് സെക്രട്ടറി ജിനേഷ് കക്കാട്ട്, ഗീസ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി JB ജോസഫ് എന്നിവർ സംസാരിച്ചു. ബൈജു എബ്രഹാം, രമണൻ പടന്നയിൽ, ഷിയാസ് AK, അനിൽ പുനർജനി, അനിൽ ജോസ്, പ്രദീപ് S മണി, അഖിൽ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രത്യേകമായിട്ട് യേശുനാഥിൻ്റെ 2 വചനങ്ങൾ ഓർക്കുന്നത് ഈ ചെറിയൊരു ആത്മയിൽ എത്തിച്ചേരു കൊടുത്തപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്യുന്ന കർത്താവിൻ്റെ വചനങ്ങൾ ഏറ്റുവാങ്ങി ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ 100 ഇരട്ടിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസിൻ്റെ പേരിലും ഞങ്ങളുടെ സഭയിലെ ഓരോ സിസ്റ്റേഴ്സിൻ്റെ പേരിലും ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പൊളിപ്പിച്ച റോഡ് മെമ്പർ ഇടപെട്ട് ഗതാഗത യോഗ്യമാക്കി. രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുൻഭാഗത്തുള്ള റോഡാണ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയുമായി ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇടപെട്ട് ഫണ്ട് സ്വരൂപിച്ച് ടാറിംഗ് നടത്തിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. മാതൃകാ പ്രവർത്തനം നടത്തിയ മെമ്പറെ നാട്ടുകാർ അനുമോദിച്ചു. 2024 മെയ് മാസത്തിലാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ പമ്പിന് സമീപം ഓടയിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് റോഡ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചത്. പമ്പുടമ പല പ്രാവശ്യം അവിടെ നിന്നും വെള്ളം ഒഴുക്കില്ല എന്നും ആദ്യം മുകൾ ഭാഗം പരിശോധിച്ച ശേഷം പമ്പിന് മുൻപിലെ സ്ലാബ് മാറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് പ്രതികാര ബുദ്ധിയോടെ റോഡും പമ്പിന്റെ ഉടമസ്ഥയിലുള്ള ടൈൽ വിരിച്ച ഭാഗവുമടക്കം ഒരു വശത്തെ റോഡ് പൂർണ്ണമായി പൊളിക്കുകയും പൊളിച്ച ഭാഗം ശരിയായി മൂടാതെ മെറ്റലുകൾ ചിതറിവിരിച്ച് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയുമായിരുന്നു. പരിശോധനയിൽ സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുകുന്നത് എന്ന് കണ്ടെത്തുകയും ഓട പൂർണ്ണമായി മൂടുകയുമായിരുന്നു. ഇളകിയ ഭാഗം ശരിയായി ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞു വീണ് പലർക്കും പരിക്കുപറ്റിയതിനെ തുടർന്ന് പമ്പുടമ പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും അറിയിച്ചെങ്കിലും നാളിതുവരെ നടപടിയുണ്ടായില്ല. തുടർന്നാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയെ വിവരം അറിയിച്ചത്. അദ്ദേഹം ഇടപെട്ട് ഫണ്ട് സ്വരൂപിച്ച് ടാറിംഗ് നടത്തിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. രാജാക്കാട് ടൗണിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഭരണസമിതി റോഡ് കുത്തിപ്പൊളിച്ച് ഇടുകയും തിരിച്ച് അതേപടി ടാറിങ് കൊടുക്കാത്ത രീതിയിൽ ഇട്ടതിൻ്റെ പേരിൽ ആ റോഡിൽ ഇളകി കിടന്ന കല്ലുകൾ വാഹനം പോകുമ്പോൾ തെറിച്ച് ആളുകളുടെ മേത്ത് കൊള്ളുകയും
അതുപോലെ തന്നെ അങ്ങോട്ട് കയറുന്ന ആളുകൾ ഈ ഉണ്ടക്കല്ലിൽ കയറി തെന്നി വീഴുന്ന ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ ഭരണസമിതിക്ക് ഇതുവരെയും ആ റോഡിൻ്റെ ശോചനാവസ്ഥ ഒന്നും മാറ്റിക്കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അധികാരത്തിൽ പലരുമായി ബന്ധപ്പെട്ടെങ്കിലും ഫണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയതിൻ്റെ പേരിൽ രാജ്യക്കാരുടെ കുറേ ആളുകളുമായി സഹകരിച്ച് ആ പ്രദേശം ടാറിങ് ചെയ്ത് ആളുകൾക്ക് വിഷയമില്ലാത്ത രീതിയിൽ യാത്രായോഗ്യമാക്കുന്ന നടപടികളാണ് ഇവിടെ സ്വീകരിച്ചത്. മാതൃകാ പ്രവർത്തനം നടത്തിയ മെമ്പറെ നാട്ടുകാർ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോതമംഗലം രൂപതയുടെ മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി രൂപത കുടുംബം അദ്ദേഹത്തിന് മുരിക്കാശ്ശേരിയിൽ സ്നേഹാദരം അർപ്പിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദേശ ഇന്റേൺഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിസ വിതരണം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ബൈ ഫോർ വെൽനസ് ആരോഗ്യ മാനദം എന്ന പരിപാടിയുടെ ഭാഗമായി എത്തിയ വെൽനസ് വണ്ടിക്ക് പുറപ്പുഴയിൽ സ്വീകരണം നൽകി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവും സംഘടിപ്പിക്കുന്ന ചായ് കാർണിവൽ ആരംഭിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85 അടിമാലി ലക്ഷമീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുൻപിൽ ഉപരോധ സമരം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.